മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. KTU 2019 സ്കീം വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വർഷം അതായത് 2024 തൊട്ടിട്ട് KTU 24 സ്കീമാണ് വരുന്നത്. അപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് 2019 സ്കീം വെറുതെ പറയുന്നത്, 2024 അല്ലേ, അപ്പോൾ അത് പറഞ്ഞാൽ പോരെ. അത് ഇതുവരെ വന്നിട്ടില്ല, വന്ന ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒരു ഐഡിയ തരാനാണ് 2023 വരെ എന്തായിരുന്നു എന്ന്. സോ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ, എന്നാലും അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് ലീനിയർ അൽജിബ്ര ആൻഡ് കാൽക്കുലസ്, അത് മാത്സ് ആണ്. പിന്നെ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഉണ്ട്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ലൈഫ് സ്കിൽ, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ലാബും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വർക്ക്ഷോപ്പും. സോ ഇത്രയാണ് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് സെമ്മ് പഠിക്കാനുള്ളത്. സോ അതിൽ തന്നെ ലൈഫ് സ്കില്ലിന് എന്തില്ല ക്രെഡിറ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. ബാക്കി എല്ലാത്തിനും എന്തുണ്ട്, ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ എല്ലാത്തിനും നല്ല ഗ്രേഡ് വാങ്ങണം. നല്ല ഗ്രേഡ് പറഞ്ഞാൽ എസ് ആണ് ഫസ്റ്റ് ഗ്രേഡ് ആയിട്ട് വരുന്നത്. പിന്നെ A+, A, B+, B, C+, ആ ഒരു ഓർഡറിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ഇയർ പറയാനുള്ളത്, സെക്കൻഡ് ഇയർ അല്ല സെക്കൻഡ് സെമ്മിൽ പറയാനുള്ളത് വെക്ടർ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ് ആണ് മാത്സ് വരുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഉണ്ട്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് B ആണെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഫിസിക്സ് A എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ ഫിസിക്സ് B ആണ് മെക്കാർക്ക് പഠിക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, പ്രോഗ്രാമിംഗ് ഇൻ C, എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലാബും സിവിൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക്ഷോപ്പും. സോ ഇത്രയാണ് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത്. സോ ഇതിൽ തന്നെ ക്രെഡിറ്റ് ഇല്ലാത്തത് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷനാണ്. പ്രോഗ്രാമിംഗ് ഇൻ C ഒക്കെ ഇൻറ്റേർണലായിട്ട് ലാബ് എക്സാമും ചെയ്യാറുണ്ട്, എക്സ്റ്റേണൽ റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. സോ ഇത്രയാണ് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് ഇയറിൽ തേർഡ് സെമ്മിൽ മാത്സ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് കോംപ്ലക്സ് നമ്പർ ഉണ്ട്, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സും ഉണ്ട്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ് ഉണ്ട്. പിന്നെ എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സും സസ്റ്റൈനബിൾ എഞ്ചിനീയറിങ്ങും, പിന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് മെഷീൻ ഡ്രോയിങ്ങും, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബും. സോ മെക്ക് ഏകദേശം സിവിലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു ഇത് തന്നെയാണ്, കോഴ്സ് തന്നെയാണ്. കാരണം സിവിലുകാർക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെയാണ് മെക്കാർക്കും മെക്കാനിക്സ് ഓഫ് സോളിഡ്സും ഫ്ലൂയിഡ്സും ഫ്ലൂയിഡ് മെക്കാനിക്സ് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് സിവിലിന് വരുന്നുണ്ട്. സോ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെയാണ്. പിന്നെ മെറ്റലർജി ആൻഡ് മെറ്റീരിയൽ സയൻസ്. പിന്നെ എത്തിക്സിന് ഇത് ക്രെഡിറ്റ് ഇല്ല, സസ്റ്റൈനബിളിന് ക്രെഡിറ്റ് 2 ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്, അതായത് AutoCAD ഉണ്ട്, പിന്നെ MT ലാബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ S3 കഴിഞ്ഞു. ഇനി S4 വരുന്നത് മാത്സിൽ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ മെത്തേഡാണ്. പിന്നെ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ് ഉണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉണ്ട്, ഫ്ലൂയിഡ് മെഷീനറി ഉണ്ട്, ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിങ്ങും, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, FM ആൻഡ് HM ലാബും, മെഷീൻ ടൂൾസ് ലാബും. പിന്നെ മൈനർ ഹോണർ ഉണ്ടെങ്കിൽ അതുമാണ് കേട്ടോ. സോ മൈനർ ഹോണർ പറഞ്ഞിട്ടില്ല അല്ലേ. മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് S3യിൽ നിങ്ങൾക്ക് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റും, നിർബന്ധമൊന്നുമില്ല, എടുക്കണേന് പ്രശ്നവുമില്ല, ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. അതെടുത്താൽ നിങ്ങൾക്ക് ആ ഒരു മൈനർ ഡിഗ്രിയും ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾക്ക് മൈനറിൽ സപ്ലി വന്നാൽ അത് പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, സപ്ലി പാസ്സാക്കിയെടുക്കുക അങ്ങനെയില്ല, അത് അപ്പം ഡ്രോപ്പായി പോകും. പിന്നെ S4ലാണ് ഹോണർ വരുന്നത്. ഹോണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ, അതായത് മെക്കാണെങ്കിൽ മെക്കിൻ്റെ തന്നെ ഹയർ ഓപ്ഷൻസ് പഠിച്ചെടുക്കുക, കുറച്ചും കൂടി ഹയർ ലെവലായിട്ട് പഠിക്കുന്നതാണ് ഹോണേഴ്സ് വരുന്നത്. സോ അതിനൊരു പ്രത്യേകത ഉണ്ട്, CGP 8 അങ്ങനെ 8.5 എബോവ് അങ്ങനെ CGPA വേണം. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ്, അതായത് നമ്മുടെ ബാക്കി കോർ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നിൽ സപ്ലി വന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇനി എടുക്കണമെങ്കിലും സപ്ലി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് നമുക്ക് സപ്ലി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനും പറ്റില്ല, ഹോണേഴ്സ് എടുക്കാൻ പറ്റില്ല. സോ എടുക്കൽ നിർബന്ധമില്ല, എടുത്താൽ നല്ലതാണ് അത് തന്നെ. പിന്നെ ഡിസൈൻ ഓഫ് എഞ്ചിനീയറിംഗ്, ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈനും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റാണ്. പക്ഷേ സെമ്മിൽ ചിലപ്പോൾ ഡിഫറൻസ് വരും. ചില ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ഈവൻ സെമ്മിലാണെങ്കിൽ വേറെ ആൾക്കാർക്ക് ഓഡ് സെമ്മിലായിരിക്കും വരിക. അങ്ങനെ ഒരു ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട് ഡിസൈനിൽ.
കോൺസ്റ്റിറ്റ്യൂഷൻ S4 തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ്റെ ഭരണഘടന പഠിക്കുന്ന സബ്ജക്റ്റാണ്. പിന്നെ FM ലാബും MT ലാബുമാണ് വരുന്നത്. പിന്നെ വരുന്നത് S5 തേർഡ് ഇയർ ആണ്. തേർഡ് ഇയർ തൊട്ടിട്ട് മാത്സ് ഇല്ല. സെക്കൻഡ് ഇയർ വരെയായിരുന്നു മാത്സ് പഠിക്കാനുള്ളത്. സോ തേർഡ് ഇയറിൽ മെക്കാനിക്സ് ഓഫ് മെഷീനറി, തെർമൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ ആൻഡ് സിസ്റ്റം എഞ്ചിനീയറിംഗ്, മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി, മാനേജ്മെൻറ്റ് ഫോർ എഞ്ചിനീയേഴ്സ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, മെഷീൻ ടൂൾസ് ലാബ് 2, തെർമൽ എഞ്ചിനീയറിംഗ് ലാബ് 1. അപ്പോൾ ഇത്രയാണ് തേർഡ് ഇയർ S5 പഠിക്കാനുള്ളത്. സോ ഇതിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഉണ്ടെങ്കിലും കുറച്ച് ക്രെഡിറ്റ് ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഡിസാസ്റ്റർ ക്രെഡിറ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്, പക്ഷെ പാസ്സാവണം. പിന്നെ വരുന്നത് MT ലാബ് 2 ആണ്. പിന്നെ തെർമൽ എഞ്ചിനീയറിംഗ് ലാബുമാണ്. ബാക്കി മെക്കാനിക്സ് ഓഫ് മെഷീനറിയും തെർമൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ സിസ്റ്റം ആൻഡ് എഞ്ചിനീയറിംഗ്, മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി ഒക്കെ കോർ സബ്ജക്റ്റാണ്. S6 വരുന്നത് ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ, ഡൈനാമിക്സ് ഓഫ് മെഷീൻ ആൻഡ് മെഷീൻ ഡിസൈൻ, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിങ് എഞ്ചിനീയറിംഗ്. പിന്നെ ഒരു ഇലക്റ്റീവ് എടുക്കുക. ഇലക്റ്റീവ് നമ്മുടെ കോറിൽ തന്നെ ഏതെങ്കിലും ഒന്നിനെ സ്പെഷ്യലൈസ് ചെയ്തെടുക്കാം. അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ് ആണ്. അതായത് എക്കണോമിക്സ് പഠിക്കാനുണ്ട്. പിന്നെ കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്ക്, അതായത് S5 വരെ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിരിക്കും ഈ CCWയിൽ വരുന്നത്. സോ അതൊരു 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിന് 50 MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ 25 എണ്ണം നമ്മൾ കറക്റ്റായിട്ട് എഴുതണം, എന്നാലേ നമ്മൾ പാസ്സാവുള്ളൂ. ഓക്കെ. അതിന് ചില കോളേജൊന്നും ഇൻറ്റേർണൽ വെക്കാറില്ല, ജസ്റ്റ് എക്സ്റ്റേണൽ എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് CCW. പിന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ലാബും ഉണ്ട്, തെർമൽ എഞ്ചിനീയറിംഗ് ലാബും ഉണ്ട്. പിന്നെ ഹോണർ ഉണ്ടെങ്കിൽ ഹോണർ, മൈനർ ഉണ്ട്. പിന്നെ വരുന്നത് ഫോർത്ത് ഇയർ ആണ്. ഫോർത്ത് ഇയർ S7 ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ഉണ്ട്. ഇലക്റ്റീവ് 2 വരുന്നുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ഇലക്റ്റീവ് വരുന്നുണ്ട്. ഓപ്പൺ ഇലക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്ജക്റ്റ് പഠിക്കുന്നതാണ് ഓപ്പൺ ഇലക്റ്റീവ്. സാധാ ഇലക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ തന്നെ പഠിക്കുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലാബും, പിന്നെ ഒരു സെമിനാറും, പിന്നെ പ്രോജക്റ്റ് ഫേസ് 1 ആണ് S7 വരുന്നത്. S8 ആകുമ്പോൾ മെക്കട്രോണിക്സും, ഇലക്റ്റീവ് 3, ഇലക്റ്റീവ് 4, ഇലക്റ്റീവ് 5. പിന്നെ CCWൻ്റെ പാർട്ട് 2 ആണ് വരുന്നത്. അതായത് ബാക്കി ഇയറിൽ പഠിച്ച സബ്ജക്റ്റിന് ഒരു വൈവ ടൈപ്പ് ഒരു ഇതാണ്. പിന്നെ പ്രോജക്റ്റ് ഫേസ് 2 ആണ്. ഫോർത്ത് ഇയർ S8 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. ഇത് 2019 സ്കീമാണ്. 2024 സ്കീം ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.